ഉന്നത കരുണ ദേവകരുണ മഹാകരുണ ദേവകരുണ. പ്രവാചന പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിന്റെ 1-2 വാക്യങ്ങള്. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ചൂള പോലെ കത്തുന്ന ദിനം ഇതാ വരുന്നു. അന്ന് അഹങ്കാരികളും ദുഷ്ടന്മാരും വൈക്കോൽ പോലെയാകും. ആ ദിനം അവരെ വേരും ശാഖയും അവശേഷിക്കാത്ത വിധം ദഹിപ്പിച്ചു കളയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ്, കർത്താവായ യേശുക്രിസ്തുവിന്റെ 2ാം വരവിന്റെ മുന്നോടിയായുള്ള ദൈവത്തിന്റെ കരുണയുടെ അവസാന മണിക്കൂറുകളിലൂടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് ഈ ലോകം കടന്നു പോകുന്നത്. കർത്താവായ യേശുക്രിസ്തു വീണ്ടും ഈ ലോകത്തിലേക്ക് വരും. ഒത്തിരിയേറെ പ്രവചനങ്ങളുള്ള, ഒത്തിരിയേറെ വാഗ്ദാനമുള്ള ഈശോയുടെ വചനങ്ങളാണ്. വെളിപാടിന്റെ പുസ്തകത്തിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം പറയുകയാണ്, ഇതാ അവൻ മേഘങ്ങളുടെ അകമ്പടിയോടെ ആഗതനാകുന്നു, ഓരോ മിഴിയും അവിടുത്തെ കാണും. അവനെ കുത്തിമുറിവേൽപ്പിച്ചവരും അവനെ പ്രതി മാറത്തടിച്ച് വിലപിക്കുന്ന ഭൂമിയിലെ സർവഗോത്രങ്ങളും അവനെ ദർശിക്കും. ആമേൻ. സ്നേഹമുള്ളവരെ, ഞങ്ങളിപ്പോൾ പാലക്കാട് ജില്ലയില് ഓർക്കുകയാണെങ്കിൽ കഞ്ചിക്കോട് റാണി ചേച്ചിയുടെ ഭവനത്തില് 1997 കാലഘട്ടം ജനുവരി 1-ാം തീയതി സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ പറയുകയാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് വരുന്നില്ല. ജീവനുള്ള വചനം പറയുകയാണ്, സ്വർഗത്തിലേക്കുള്ള വഴി, നിത്യതയിലേക്കുള്ള വഴി അത് കർത്താവായ യേശുക്രിസ്തുവാണ്. നമ്മളുവരെ കർത്താവായ യേശുക്രിസ്തു താൻ കുരിശിൽ മരിക്കുമെന്ന് തന്റെ ജീവിതകാലത്ത് 3 തവണ പ്രവചിക്കുന്നുണ്ട്. ഇതൊരു സ്വാഭാവിക മരണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇത് പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ്. ലോകം മുഴുവന്റെയും രക്ഷയ്ക്കായി, സകല ജനങ്ങൾക്കും വാഗ്ദാനമായി, എല്ലാ മനുഷ്യരുടെയും പാപത്തിന് മോചനമായി, രക്ഷയ്ക്കായി കർത്താവായ യേശുക്രിസ്തു കുരിശിൽ 3 ആണികളാൽ തറക്കപ്പെടണമെന്നും പീഡിപ്പിക്കപ്പെടണമെന്നും വധിക്കപ്പെടണമെന്നും ദൈവത്തിന്റെ എഴുതപ്പെട്ട പ്രവചനങ്ങളാണ്. എങ്കിൽ മാത്രമേ മനുഷ്യന് നിത്യജീവൻ സാധ്യമാവുകയുള്ളൂ. നമ്മളുവരെ പലരും യേശുക്രിസ്തു മരിച്ചു എന്ന്, കുരിശിൽ മരിച്ചു എന്ന് വിശ്വസിക്കുന്നില്ല. എന്നാൽ താൻ എങ്ങനെയുള്ള മരണമാണ് വരിക്കുക എന്നുള്ളത് തന്റെ ജീവിതകാലത്ത് മനുഷ്യന്മാരോട് 3 തവണ ഈശോ പ്രവചിക്കുന്നുണ്ട്. മാത്രമാണോ, പഴയ നിയമത്തില് ജെറമ്യ പ്രവാചകനിലൂടെ, ഏശയ്യ പ്രവാചകനിലൂടെ താൻ എങ്ങനെ വധിക്കപ്പെടുമെന്ന് ഈശോ വചനത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ഏശയ്യ 53-ല്. നമ്മളുവരെ ഈ ഒരു സമയത്ത് അധികം ധരിപ്പിക്കാതെ ചെറിയ സന്ദേശം പങ്കുവെക്കുകയാണ്. ഇന്ന് ഈ ലോകം കടന്നു പോകുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവിന് മുന്നോടിയായിട്ടുള്ള ഒരു ഞെരുക്കത്തിന്റെ കാലഘട്ടത്തിലാണ്, ഒരു പാപത്തിന്റെ പെരുക്കത്തിന്റെ കാലഘട്ടത്തിലാണ്. പക്ഷെ പറയുകയാണ്, പ്രധാനപ്പെട്ട അടയാളം മത്തായി സുവിശേഷത്തിന്റെ 20